ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 57. പ്രലംബാസുരവധം. രാമസഖ ഗോപീദിനേ കാമദ ഭഗവൻ ഗതോ ഭവാൻ വിപിനം സൂനൂഭിരപി ഗോപാനാം ധേനൂഭിരപിലസംവൃതോലസദ്യേഷ. സർവാഭിഷ്ടദായകനായ അല്ലയോ ഭഗവാനെ, പ്രശോഭിക്കുന്ന ആടയാഭരണങ്ങൾ അണിഞ്ഞ അങ്ങ് ഒരു ദിവസം സഹോദരനായ ബലരാമനോടും ഗോപാലകന്മാരുടെ പുത്രന്മാരോടും പശുക്കളോടും കൂടെ ചേർന്ന് വനപ്രദേശത്തിലേക്ക് പോയി. സന്ദർശയൻ ബലായത സ്വൈരം വൃന്ദാവനശ്രിയം വിമലാം കാണ്ഡീരൈ സഹ ബാലേർ ബാണ്ഡീരഗമോ വടം ക്രീഡൻ. ബലരാമന് വൃന്ദാവനത്തിൻ്റെ പാവനമായ സൗന്ദര്യം നിർബാധം കാണിച്ചു കൊടുത്തുകൊണ്ട് ക്രീഡാലോലുപനായ അങ്ങ് അഷ്ടികൾ ധരിച്ചിട്ടുള്ള ഗോപാല ബാലകരോടുകൂടി ഭാണ്ഡീരകമെന്നു പേരായ വടവൃക്ഷത്തിനരികിലെത്തി. താവൽ താവകനിധന സ്പർഹയാലൂർഗോപമൂർത്തിരദയാലു ദൈത്യപ്രലംബനാമ പ്രലംബബാഹും ഭവന്തമാപേദേ. അങ്ങയെ നിഗ്രഹിക്കുവാൻ വേണ്ടി ഗോപവേഷം ധരിച്ച് കൂടെ സഞ്ചരിച്ചിരുന്ന നിർദ്ദയനായ പ്രലംബാസുരൻ അപ്പോൾ മുട്ടുകൾ വരെ നീണ്ട കൈകളോട് കൂടിയ അങ്ങയെ സമീപിച്ചു. ജാനന്യപ്യവിജാനന്യവ തേന സമന്നിബദ്ധ സൗഹാർദ്ദ വടനികടേ പടുപശുഭ വ്യാബദ്ധം ദ്വന്ദ്വയുദ്ധമാരബ്ധ. അക്കാര്യമറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിച്ചുകൊണ്ട് അങ്ങ് അവനുമായി സൗഹൃദത്തിലായി. അനന്തരം ആ പേരാലിനു ചുവട്ടിൽ വെച്ച് കരുത്തരായ ഗോപന്മാർ നടത്തുന്ന ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. ഗോപാൻ വിഭജ്യ തന്യൻ സംഗം ബലഭദ്രകം ഭവൽക്കമപി ത്വദ്ബലഭീരും ദൈത്യം ത്വദ്ബലഗതമന്യമന്യഥാ ഭഗവൻ. ഹേ ഭഗവാനെ, അങ്ങ് ഗോപന്മാരെ വിഭജിച്ച് ബലരാമൻ്റെ നായകത്വത്തിലും അങ്ങയുടെ തന്നെ കീഴിലും 2 സംഘങ്ങളായി അണിനിരത്തി. അങ്ങയുടെ ശക്തിയെ ഭയപ്പെടുന്ന പ്രലംബാസുരനെ അങ്ങ് സ്വപക്ഷത്തിൽ ചേരാൻ അനുവദിച്ചു. കൽപ്പിത വിജദ്രേഹവനേ സമരേ പരയൂഥകം സ്വദൈതരം ശ്രീതാം നമദത്താ പരാജിതോ ഭക്തദാസദാം പ്രഥയൻ. ജയിച്ചവനെ തോറ്റവൻ വഹിച്ചുകൊണ്ടു നടക്കണമെന്നതായിരുന്നു ആ ദ്വന്ദ്വയുദ്ധത്തിലെ പന്തയം. അതനുസരിച്ച് പരാജിതനായ അങ്ങ് താൻ ഭക്തന്മാരുടെ സേവകനാണെന്ന സ്ഥിതിവിശേഷം പ്രത്യക്ഷമാക്കുവാൻ വേണ്ടി മറുപക്ഷത്തിൽപ്പെട്ട തനിക്കേറ്റവും സ്നേഹമുള്ള ശ്രീദാമാവിനെ ചുവന്നുകൊണ്ടു നടന്നു. ഏവം ബഹുഷു വിഭൂഷ്മൻ ബാലേഷു വഹൽസു വാഹ്യമാനേഷു രാമവിജിത പ്രലംബോ ജഹാരത്തം ദൂരതോ ഭവദ്ഭീത്യാ. ഹേ ഭഗവാനെ, ഇങ്ങനെ ധാരാളം ബാലന്മാർ അന്യരെ വഹിക്കുകയും വഹിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കെ ബലരാമൻ പരാജിതനാക്കിയ പ്രലംബാസുരൻ അങ്ങയിലുള്ള ഭയം മൂലം ബലരാമനെ ദൂരത്തേക്ക് വഹിച്ചുകൊണ്ടുപോയി. ത്വദ്ധൂരംഗമയന്തം തം ദൃഷ്ട്വാ ഹലിനി വിഹിതഗിരിമവരേ ദൈത്യസ്വരൂപമാഗാദ്യദ്രൂപാൽ സഹിബലോപി ചകിതോഭൂത്. അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് അകലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന പ്രലംബന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ബലരാമൻ തൻ്റെ ശരീരത്തെ കൂടുതൽ ഘനമുള്ളതാക്കി
അപ്പോൾ പ്രലംബാസുരൻ സ്വന്തം രൂപം കൈക്കൊണ്ടു. അത് കണ്ട് ബലരാമൻ പോലും സംപ്രീതനായി. ഉച്ചതയാ ദൈത്യതനോസ്ത്വന്മുഖാമാലോക്യ ദൂരദോ രാമാ വിഗതഭയോ ദൃഷ്ടമുഷ്ട്യാ ദുഷ്ടം സപതി പൃഷ്ടവാനേനം. വളരെ ഉയരമുള്ള അസുരന്റെ ശരീരത്തിലിരിക്കുന്ന രാമൻ അകലെ നിന്നു തന്നെ അങ്ങയുടെ മുഖചേഷ്ടകൾ കണ്ടു മനസ്സിലാക്കി ഭയരഹിതനായി തീരുകയും ദുഷ്ടദാംനായ അസുരനെ പെട്ടെന്ന് ഇടിച്ചു തകർക്കുകയും ചെയ്തു. ഹത്വാ ദാനവവീരം പ്രാപ്തം ബലമാലിലിംഗിതപ്രേംണാ തവാൻമിളതോർയുവയോ ശിരസീകൃത പുഷ്പവൃഷ്ടിരമരഗണൈ. അസുരനിഗ്രഹം ചെയ്ത് വിജയിയായി തിരിച്ചെത്തിയ ബലരാമനെ അങ്ങ് സ്നേഹമസൃണമായി ആലിംഗനം ചെയ്തു. ആലിംഗനവേളയിൽ ഒന്നിച്ചു ചേർന്ന് ഇരുവരുടെയും ശിരസിൽ ദേവവൃന്ദം പൂമഴ പൊഴിച്ചു. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവ മാരജയൻ കാലം വിഹായ സദ്യോ ലോലം ബുരുജേ ഹരേ ഹരേ ക്ലേശാൻ. വണ്ടിൻ നിറം പോലെ ദേഹകാന്തിയുള്ള ഭഗവാനെ, ഭുവനങ്ങൾക്ക് ഏക അവലംബമായവനും പ്രലംബ നിഗ്രഹം ചെയ്തവനുമായ അങ്ങ് കാലതാമസം കൂടാതെ എൻ്റെ ക്ലേശങ്ങളെ അകറ്റണേ. ശ്രീ ഗുരുവായൂരപ്പാ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.